എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മൈലേജ് കിട്ടുന്ന രണ്ട് ബൈക്കുകളാണ്. ഹീറോയുടെ സ്പ്ലെൻഡറും ഹോണ്ടയുടെ ഷൈൻ 100ഉം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം ഏത് വണ്ടി നിങ്ങൾക്ക് എടുക്കണം, ഏത് വണ്ടിക്കാണ് കൂടുതൽ നമുക്ക് ഒരു മൂല്യം കിട്ടുന്നത് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുക. ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഒന്നും നോക്കാം, നേരെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ വിശേഷങ്ങളോട് കടക്കാം. നമുക്ക് ഈ ഒരു രണ്ട് വണ്ടിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഹീറോയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഹീറോയ്ക്ക് ഇത്ര ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കിട്ടാൻ കാരണം ഹോണ്ടയാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹീറോ ഹോണ്ട എന്നാണ് ഇതിന്റെ ആദ്യത്തെ മോഡൽ നമുക്ക് പറയുന്നത്. ഹോണ്ടയാണ് നമുക്ക് ഇതിന്റെ ഒരു മോഡലും ഇതിന്റെ ഒരു എഞ്ചിനും കാര്യങ്ങളെല്ലാം ഹീറോയ്ക്ക് കൊടുത്ത് ഇത്ര ഒരു സക്സസ് ആയിട്ടുള്ള മോഡൽ ഹീറോയ്ക്ക് കിട്ടാൻ കാരണം ഹോണ്ടയാണ്. അപ്പം ആ ഒരു ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് അവർ സെപ്പറേറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നിലവിൽ 100cc വണ്ടി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് 2022-23 സമയത്താണ് ഹോണ്ട ഒരു 100cc വണ്ടി ഇറക്കുന്നത്. അതാണ് ഷൈൻ 100 എന്ന് പറയുന്നത്. അത് ഷൈൻ 125ന്റെ ഒരു സക്സസ് മോഡലിന്റെ ഒരു ഭാഗമായിട്ട് അതിനൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലെയാണ് ഷൈൻ 100. ആ ഒരു ഷൈൻ എന്നുള്ള പേര് ഇതിന് കൊടുത്ത് ഷൈൻ 100 എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത്. ഈ സ്പ്ലെൻഡറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഹീറോ ഹോണ്ട ആയിരിക്കുന്ന സമയം തൊട്ടേ വളരെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ ഫ്രണ്ടിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്പ്ലെൻഡറിന് ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു വൈസറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഹീറോ സ്പ്ലെൻഡർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. എങ്കിലും ആ ഒരു തനത് ശൈലി നിലനിർത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് ഷൈൻ 100ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു ഷൈൻ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സെയിം വൈസറും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഒതുക്കി കൊടുത്തിരിക്കുന്നു. ഇത് നോക്കിയാൽ നമുക്ക് ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് LED കാര്യങ്ങളൊന്നും രണ്ട് വണ്ടിയിലും കിട്ടുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഹാലജൻ ബൾബ് തന്നെയാണ്. രണ്ട് വണ്ടിക്കും ഏകദേശം ആ ഒരു ഓറഞ്ച് കളർ ടൈപ്പ് കവറും കാര്യങ്ങളൊക്കെയാണ് ഇൻഡിക്കേറ്ററിന്റെ കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതും കുറച്ചുകൂടെ സ്പ്ലെൻഡറിനെക്കാട്ടി കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ളത് ഷൈൻ 100ന്റെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു ഐക്കോണിക്, അത് നമുക്ക് എത്ര കാലം തൊട്ട് നമ്മൾ സ്പ്ലെൻഡർ കാണുന്നു ആ കാലം തൊട്ട് ഈ ഒരു ടൈപ്പാണ് ഇതിന്റെ ഒരു ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് വെക്കുന്ന ഭാഗം രണ്ട് വണ്ടിക്ക് നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ മൾഗാർഡിന്റെ കാര്യം നോക്കിയാലും, സ്പ്ലെൻഡറിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് ഏത് കളറാണോ ആ ഒരു കളറിനോട് ചേരുന്ന മൾഗാർഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ, നമുക്ക് ഷൈൻ 100ന്റെ കാര്യം നോക്കിയാൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള മൾഗാർഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതിൽ രണ്ടിലും റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് ടയറിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ 80, 100, 18 ടയറാണ് നമുക്ക് സ്പ്ലെൻഡറിന് കിട്ടുന്നത്. അത് നമുക്ക് ട്യൂബ്ലെസ് ആണ് കിട്ടുന്നത്. വിത്ത് അലോയ് വീലും കിട്ടുന്നുണ്ട്. ഷൈൻ 100ന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് MRFന്റെ ആണ്. നമുക്ക് അലോയ് വീൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സ്പ്ലെൻഡർ എന്നുള്ളൊരു ഇതെന്ന് പറയുന്നത്, സ്പ്ലെൻഡറിന്റെ നമുക്ക് ട്യൂബ്ലെസ് ടയർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഷൈൻ 100ൽ ട്യൂബ് ടയർ ആണ് കിട്ടുന്നത്. അങ്ങനെ ഒരു പോരായ്മ എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു ഇതിന് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് രണ്ട് വണ്ടിക്കും വരുന്നത് കോംബി ബ്രേക്ക് സിസ്റ്റമാണ്. രണ്ട് വണ്ടിക്കും വരുന്നത് കാണാം. രണ്ട് വണ്ടിക്കും കോംബി ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ബ്രേക്കിന്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാൻ രണ്ട് വണ്ടിയും ഒരുപോലെ തന്നെയാണ്. ഷൈൻ 100ന് ഈ ഒറ്റ മോഡലാണ് നിലവിൽ ഉള്ളത്. ഇതിന് കോംബി ബ്രേക്ക് മാത്രമാണ് വരുന്നത്. നമുക്ക് ഈ രണ്ട് വണ്ടിയുടെയും സൈഡ് വശങ്ങളോട്ട് പോകുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഷൈൻ 100ന്റെ നോക്കാം. നമുക്ക് 9 ലിറ്ററിന്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയാണ് ഷൈൻ 100ൽ കിട്ടുന്നത്. നമുക്ക് വിത്ത് ഗ്രാഫിക്സ് വരുന്നുണ്ട്. 3D എംബ്ലോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരു സ്റ്റിക്കറാണ് വരുന്നത്. അതിൽ നമുക്ക് ടാങ്കിൽ നമുക്ക് ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു കളറും ഈ ഒരു വണ്ടി കിട്ടുന്നത് പൂർണ്ണമായിട്ടും ബ്ലാക്ക് കളറിലാണ്. ഇതിന് സ്റ്റിക്കർ വേരിയന്റിലാണ് പല വ്യത്യാസങ്ങളും വരുന്നത്. നേരെ മറിച്ച് നമുക്ക് സ്പ്ലെൻഡറിലോട്ട് നോക്കുകയാണെങ്കിൽ, ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വണ്ടിയാണ്. നമുക്ക് ഈ സ്പ്ലെൻഡറിൽ പല കളർ മോഡൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 9.8 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 9.8 എന്ന് പറയുമ്പോൾ ഏകദേശം 10 ലിറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഷൈൻ 100നെക്കാട്ടി കുറച്ച് മുൻഗണന നമുക്ക് ഈ ഒരു സ്പ്ലെൻഡറിന് കിട്ടുന്നുണ്ട്. കുറച്ച് 1 ലിറ്ററിന്റെ അധികം പെട്രോൾ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് 3D എംബ്ലോ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ കിട്ടുന്നില്ല. ഹീറോ എന്നുള്ള ബാഡ്ജിങ് മാത്രമാണ് കിട്ടുന്നത്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് വണ്ടിക്കും ഏകദേശം അടുത്തടുത്ത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മൈലേജിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സ്പ്ലെൻഡറിന് 80 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത്. നേരെ നമുക്ക് ഷൈൻ 100ോട്ട് പോവുകയാണെങ്കിൽ, ഷൈൻ 100ന് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 87 to 90 കിലോമീറ്ററാണ് നമുക്ക് ഷൈൻ 100ന് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്പ്ലെൻഡറിനെ അപേക്ഷിച്ച് ഷൈൻ 100ോട്ട് നോക്കുവാണെങ്കിൽ, ഷൈൻ 100ന് ഒരു പോസിറ്റീവാണ്. ഈ ഒരു മൈലേജിന്റെ കാര്യത്തിൽ ഏകദേശം 90 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് ഷൈൻ 100ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് വണ്ടിക്കും കിട്ടുന്നത് ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമുക്ക് സ്പ്ലെൻഡറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു സിൽവർ കളർ ഫിനിഷിൽ വരുന്ന ഡ്യുവലായിട്ടുള്ള പെഡലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതും നമുക്കൊരു പ്രായമുള്ളവരൊക്കെ അല്ലെങ്കിൽ ഒരു നോർമൽ യൂസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പെഡലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഗിയർ സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു സ്പ്ലെൻഡറിൽ വരുന്നതെങ്കിൽ, ഷൈൻ 100 കാര്യം നോക്കിയാൽ കുറച്ചുകൂടെ സ്പ്ലെൻഡറിനെക്കാട്ടി കുറച്ചുകൂടെ സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. ഒരു ന്യൂജൻ ടൈപ്പ്
പെടലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അത് ബ്ലാക്ക് കളർ കോട്ടിങ്ങിലാണ് വരുന്നത്. നമുക്ക് എടുത്തു പറയാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാല് ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജി, ആ ഒരു മോഡലാണ് നമുക്ക് ഈ ഒരു ഷൈൻ ഹണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പ്ലെൻഡറിന് കാര്യം നോക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് പറ്റത്തില്ല, കാരണം അതൊരു സ്ക്വയർ ടൈപ്പാണ് അവിടെ കൂട്ടുന്നത്. അതിൽ നമുക്ക് ഒരു ഗ്രിപ്പി ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് ഷൈൻ ഹണ്ടർ നോക്കി കഴിഞ്ഞാൽ ഒരു റബ്ബർ കോട്ടിങ്ങോട് കൂടി കാലൊന്നും അധികം വേദന എടുക്കാതിരിക്കാനുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് ഷൈൻ ഹണ്ടറിന്റെ ഈ ഗിയർ പെഡലും കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഡ്യുവലായിട്ടുള്ള പെഡലും കാര്യങ്ങളൊക്കെയാണ് അതിലും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കുന്ന സേഫ്റ്റിയുടെ ഫീച്ചർ ആയിട്ടുള്ള സൈഡ് സ്റ്റാൻഡിലെ ഇൻഡിക്കേഷനാണ്, സൈഡ് സ്റ്റാൻഡ് സെൻസറാണ്. അത് ഈ രണ്ട് വണ്ടിക്കും ഒരുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് വാണിംഗ് രണ്ട് വണ്ടിക്കും ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് രണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് വണ്ടി നമുക്ക് ന്യൂട്രൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും രണ്ട് വണ്ടി, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് രണ്ട് വണ്ടിയും ഓഫായി പോകുന്നത്. അങ്ങനെയുള്ള ടെക്നോളജി നമുക്ക് ഈ രണ്ട് വണ്ടിക്കും സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് വശത്തിന്റെ കാര്യം പറയുന്ന സമയത്താണ് ഈ ഒരു ബാക്കിലെ ബോക്സിന്റെ കാര്യം പറയേണ്ടത്. ഇവിടെ നമുക്ക് സ്പ്ലെൻഡർ പ്ലസ് എന്ന് എഴുതിയിട്ട് 3D എംബ്ലവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ i3s എന്ന് പറഞ്ഞ ടെക്നോളജി ഈ ഒരു ഹീറോയുടെ സ്പ്ലെൻഡറിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെക്നോളജിയുടെ ബാജിക്ക് നമുക്ക് ഈ സൈഡ് കവറിൽ കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് നമുക്ക് ഷൈൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഷൈൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സ്റ്റിക്കറിംഗ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്രാഫിക്സിന്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ആ ടെക്നോളജിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടില്ല. എന്നാൽ നമുക്ക് ഈ ഷൈൻ 100 എന്ന് പറയുന്നത് ESP എന്ന് പറയുന്ന ടെക്നോളജിയാണ് നമുക്ക് ഈ ഷൈൻ 100 യൂസ് ചെയ്യുന്നത്. എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്പ്ലെൻഡർ എന്ന് നോക്കി കഴിഞ്ഞാൽ i3s എന്ന് പറഞ്ഞ ടെക്നോളജിയും ഈ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെയും ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഈ i3s എന്ന് പറയുന്നത് കൂടുതൽ മൈലേജിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഈ ട്രാഫിക്കിലൊക്കെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആകുന്ന ഒരു ടെക്നോളജി ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് അങ്ങനെയുള്ള ടെക്നോളജിയും കാര്യങ്ങളും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു വണ്ടിയെക്കാട്ടി അധികം മൈലേജ് ഈ ഒരു 100cc വണ്ടി കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് എടുത്ത് പറയേണ്ടത് രണ്ട് വണ്ടിക്കും സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ചെയിൻ്റെ കാര്യം പറയേണ്ടിയിരിക്കുന്നത്. ചെയിൻ്റെ നമുക്ക് സ്പ്ലെൻഡറിൽ വന്നിരിക്കുന്നത് കവറിങ്ങോട്ടുള്ള ചെയിനാണ്, അതിൽ മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മെറ്റൽ എന്ന് പറയുന്നത് ചെയിൻ ലൂസ് ആകുന്ന സമയത്ത് ഈ മെറ്റൽ പീസ് അടിച്ചിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എങ്കിലും അതിനൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് തുരുമ്പ് കയറാനുള്ള ഒരു ചാൻസും ഈ ഒരു മെറ്റലായിട്ടുള്ള ഇതിൽ കാണുന്നുണ്ട്. നേരെ നമുക്ക് ഷൈൻ 100ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇതിൻ്റെ ഒരു കവറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മെറ്റൽ തമ്മിൽ ഇടിച്ചിട്ടുണ്ടാകുന്ന സൗണ്ടും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഷൈൻ 100ന്റെ ഭാഗത്തു നിന്ന് ചെയിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതും പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്, നമുക്കിത് തുരുമ്പ് കയറുന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട, അതും നൈസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ട് വണ്ടിയുടെയും ഷോക്കിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പ്ലെൻഡറിന്റെ ഷോക്കിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്പ്രിംഗ് ലോഡാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം രണ്ട് സൈഡിലും ഒരേപോലുള്ള ഷോക്കും കാര്യങ്ങളൊക്കെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷോക്കാണ് ഈ ഒരു സ്പ്ലെൻഡറിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഫീൽ ചെയ്താണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഷോക്കാണ്. ഹാർഡും അല്ല ഒരുപാട് സോഫ്റ്റും അല്ല, എന്നാൽ മിഡ് നിൽക്കുന്ന നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ഷോക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സ്പ്ലെൻഡറിൽ കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് ഷൈൻ 100ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗ് ലോഡായിട്ടുള്ള ഷോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ഷോക്കാണ് നമുക്ക് ഹോണ്ട ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ട് ഷോക്കും കുറച്ച് ഹാർഡാണ്. ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് ഷോക്കാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഷോക്കായാലും നമുക്ക് ഇതിൽ കുറച്ച് ഹാർഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ സ്പ്ലെൻഡർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സോഫ്റ്റ് ആയിട്ടുള്ള സൈഡാണ് നമുക്ക് സ്പ്ലെൻഡറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് സ്പ്ലെൻഡറിന് കൂടുതലാണ്. എന്നാൽ ഇതിന് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള ഷോക്കാണ് എപ്പോഴും ബെറ്റർ. നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഷൈൻ 100ലാണ് ഈ ഷോക്കിന്റെ ഹാർഡ് കാരണം. എന്നാൽ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ സ്പ്ലെൻഡറിനെക്കാട്ടി കൂടുതൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഷൈൻ 100ലാണ്. അടുത്തായിട്ട് ഇതിന്റെ ബാക്കിലെ ഡിസൈൻ ആണ് നോക്കുന്നത്. ബാക്കിലെ ഡിസൈൻ നോക്കുമ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് നമ്മുടെ സ്പ്ലെൻഡറിനാണ്. കാരണം ഒരു നല്ലൊരു ക്യാരിയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് ടൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ് നമുക്ക് സ്പ്ലെൻഡറിൽ കൊടുത്തിരിക്കുന്നത്. ഷൈൻ 100ന്റെ ക്യാരിന്റെ കാര്യം നോക്കിയാൽ ഈ വണ്ടിക്ക് ചേരുന്ന രീതിയിൽ ഇണങ്ങുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരിയറും കാര്യങ്ങളൊക്കെയാണ് ഷൈൻ 100ൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടയറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമുക്ക് നേരത്തെ കണ്ടു പറഞ്ഞ ആ ഒരു സെയിം ഡിസൈനാണ്, സ്ക്വയർ ടൈപ്പ് ടൈലറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് LED അല്ല വരുന്നത്, ഹാലജൻ ബൾബ് തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഷൈൻ 100ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഷൈനിൽ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സെയിം അതിൻ്റെ ഒരു കുഞ്ഞൻ വേഷനാണ് നമുക്ക് ഈ ഒരു ഷൈൻ 100ൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് LED കാര്യങ്ങളെല്ലാം വരുന്നത് ഹാലജൻ ബൾബ് തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഹാലജൻ ബൾബ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ രണ്ട് വണ്ടിയുടെ ബാക്കിലെ ടയറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, സൈസ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ മൽഗാട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിയുടെ ആ ടയറിന്റെ സൈസിനനുസരിച്ചുള്ള ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ തെറിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് വീഴാതിരിക്കാനുള്ള അത്ര തന്നെ വലുപ്പവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ രണ്ട് വണ്ടിക്കും ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡിസൈൻ വ്യത്യാസം ഉണ്ടെങ്കിലും കാണാനും കുറച്ചുകൂടെ ഒരു ബെറ്റർ ഷൈൻ 100ന്റെ ആണ്. അതുപോലെ തന്നെ രണ്ട് വണ്ടിക്കും നമുക്ക് സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരു ഫാമിലി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ലേഡീസിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ചവിട്ടിയിരിക്കാനുള്ള ആ ഒരു ക്യാരിയർ നമുക്ക് ഷൈൻ 100ലും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കോട്ടിങ്ങോട് കൂടി. ആ സെയിം തന്നെയാണ് സ്പ്ലെൻഡറിലും കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കോട്ടിങ്ങോട് കൂടിയ സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട്.
അടുത്തായിട്ട് ഇതിന്റെ സൈലൻസർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ആ ഒരു 100cc അടങ്ങുന്ന കുഞ്ഞ സൈലൻസറുകളാണ്. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ സെപ്പറേറ്റ് ചെയ്ത വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇതിൽ എടുത്ത് കാണിക്കുന്നില്ല. എങ്കിലും സൈലൻസർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. നമുക്ക് ഈ ഒരു സ്പ്ലെൻഡറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു സിൽവർ കളർ കോട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് നേരെ ഷൈൻഹണ്ടറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഷൈൻഹണ്ടർ ഒരു ബ്ലാക്ക് കളർ ഫിനിഷ് വരുന്ന ഈ ഒരു സൈലൻസർ ഫുള്ളി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഷൈൻഹണ്ടറിന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്നാൽ സ്പ്ലെൻഡറിന്റെ വന്നിരിക്കുന്നത് സൈലൻസർ ഫുള്ളി കവർ ചെയ്യുന്നില്ല. എന്നാൽ കുറച്ച് ഇപ്പുറത്തെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഫുള്ളി പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫുഡ് ഡ്രസ്സിന്റെ കാര്യം നോക്കുക, രണ്ട് വണ്ടിക്കും ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് ചവിട്ടാനുള്ള റൗണ്ട് ഷേപ്പിലാണ്. കുറച്ചുകൂടെ വലുപ്പം കൂടിയ ഫുഡ് ഡ്രസ് ഉള്ളത് സ്പ്ലെൻഡറിനാണ്. അത് രണ്ടിലും പ്ലാസ്റ്റിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടും നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഫ്രണ്ടിൽ ഡ്രൈവറിന് കൊടുത്തിരിക്കുന്നത് സ്പ്ലെൻഡറിന് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഷൈൻഹണ്ടറിന്റെ കാര്യത്തിൽ ആ ഒരു ഫോൾഡിങ്ങോ കാര്യങ്ങളൊന്നും നടക്കില്ല. ആ ഒരു സ്ട്രേറ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്ന ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ രണ്ടിലും നമുക്ക് റബ്ബറിന്റെ ആ ഒരു കോട്ടിങ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇതിന്റെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലെൻഡറിൽ ഒരു സിൽവർ കളർ കോട്ടിങ്ങോട് കൂടിയ ഹാൻഡിൽ ബാറാണ് വരുന്നതെങ്കിൽ ഷൈൻഹണ്ടറിൽ വരുന്നത് ഒരു ബ്ലാക്ക് കളർ കോട്ടിങ്ങോട് കൂടിയ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സ്പ്ലെൻഡറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ടർ ഹാൻഡിലാണ്. എന്നാൽ നമുക്ക് ഷൈൻഹണ്ടറിന്റെ കാര്യം കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് കിട്ടുന്നത് ഷൈൻഹണ്ടറിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ്. സ്പ്ലെൻഡറിന് കുറച്ച് ഷോർട്ടർ ആയതുകൊണ്ട് ആ ഒരു പൊസിഷന്റെ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. മിററിന്റെ കാര്യം നോക്കിയാലും നമുക്ക് ഇത് നോർമലി നമുക്ക് ആക്റ്റീവയ്ക്കും എല്ലാം കിട്ടുന്ന ആ ഒരു മോഡൽ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്പ്ലെൻഡറിന്റെ കാര്യം നോക്കിയാലും ആ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ആ മിറർ തന്നെയാണ്. ഇതിലും നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ് വരുന്നത്. ഈ സൈഡിലോട്ട് ഹോണ്, ഇൻഡിക്കേറ്റർ, ഡിമ്മും ബ്രൈറ്റ്. നമുക്ക് ഈ സൈഡിലായിട്ട് ഷൈൻ്റെ കാര്യം നോക്കിയാൽ സെയിം തന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ഡിമ്മും ബ്രൈറ്റിന്റെ സ്വിച്ച്. ഈ ഷൈൻഹണ്ടറിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെൽഫിന്റെ സ്വിച്ച് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു ഇതിലൊരു പോരായ്മയുണ്ട്. നമുക്ക് നേരത്തെ സ്പ്ലെൻഡറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൽഫിന്റെ സ്വിച്ച് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് i3s എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയുടെ സ്വിച്ചും നമുക്ക് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ചും നമുക്ക് ഇതിൽ കൊടുത്തത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ളത് സ്പ്ലെൻഡറിന് തന്നെയാണ്. അടുത്തായിട്ട് ഈ രണ്ട് വണ്ടിയുടെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് സ്പ്ലെൻഡറിന്റെ മീറ്ററിനാണ്. കാരണം സ്പ്ലെൻഡറിന് പല വേരിയന്റുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ സ്മാർട്ട് എസ്റ്റെക് എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം വരുന്ന ആ ഒരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു ടോപ്പ് വേരിയന്റിൽ നമുക്ക് ഈ ഒരു ഷൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒറ്റ വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ. അത് അനലോഗായിട്ടുള്ള മീറ്ററാണ്. ഈ രണ്ട് വണ്ടിക്കും നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന വേരിയന്റിൽ രണ്ട് വണ്ടിക്കും റൗണ്ട് ആയിട്ടുള്ള മീറ്ററും കാര്യങ്ങളൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഷൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ്, കിലോമീറ്റർ, ഈ സൈഡിലായിട്ട് ഫ്യൂലിന്റെ വാണിംഗ്, ന്യൂട്രൽ ലൈറ്റ്, എഞ്ചിൻ മാനുഫാക്ചർ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഡിം ബ്രൈറ്റ് ലൈറ്റ്, ഇതൊക്കെയാണ് ഈ ഒരു മീറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ളത് നമ്മുടെ സ്പ്ലെൻഡറിന്റെ മീറ്ററാണ്. ഇതിലും ആ ഒരു സ്പീഡ്, കിലോമീറ്റർ, ഫ്യൂലിന്റെ വാണിംഗ്, ന്യൂട്രലിന്റെ വാണിംഗ്, എഞ്ചിന്റെ മാനുഫാക്ചറിങ്, അതുപോലെ ഡിം ബ്രൈറ്റ് സ്വിച്ച്. ഈ സൈഡിലായിട്ട് സൈഡ് സ്റ്റാൻഡ് ഒരു വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ i3s വാണിംഗ് ലൈറ്റ്, പിന്നെ ഈ രണ്ട് സൈഡിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്റെ ആ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ ഒരു ഫീച്ചർ ഇതിനകത്ത് വരുന്നത് സ്പ്ലെൻഡറിന്റെ മീറ്ററിനാണെങ്കിലും കുറച്ചുകൂടെ നൈസായിട്ടുള്ളതും അത്ര മോശമില്ലാത്ത മീറ്റർ നമ്മുടെ ഈ ഒരു ഷൈൻഹണ്ടറിനും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് രണ്ട് വണ്ടിയുടെയും പ്രൈസിങ്ങിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഏത് വണ്ടിക്കാണെന്ന് നോക്കാം. പ്രൈസിങ്ങിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 92,000 രൂപയാണ്. ഈ മോഡൽ ഫുൾ ഫിറ്റിംഗ്സ് അടക്കം ഓൺ റോഡ് പ്രൈസ് വരുന്നതെങ്കിൽ ഷൈൻഹണ്ടറിന്റെ കാര്യം നോക്കിയാൽ അത് അഡ്വാൻറ്റേജ് കൂടുതലുണ്ട്. ഏകദേശം 83,000 തൊട്ട് 87,000 രൂപ വരെയാണ് ഇതിന്റെ ഒരു ഫുൾ ഫിറ്റിംഗ്സ് അടക്കം നമുക്ക് ഓൺ റോഡ് ഇറങ്ങുന്ന വിലയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം കുറച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൈലേജും വേണം, ഏറ്റവും കുറഞ്ഞ പൈസയ്ക്കും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷൈൻഹണ്ടറിൽ നമുക്ക് എടുക്കാം. എന്നാൽ നമുക്ക് ഷൈൻഹണ്ടറിനെ കാട്ടി കുറച്ചുകൂടെ പൈസ നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ഒരു 90,000 രൂപയ്ക്ക് എടുക്കാനുണ്ട്, 92,000 രൂപയ്ക്ക് എടുക്കാനുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാം. ഈ ഒരു വണ്ടിയെക്കാട്ടിൽ ഏകദേശം 10 കിലോമീറ്റർ മൈലേജ് കുറവാണെന്നേ ഉള്ളൂ. എങ്കിലും 80 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെയാണ്. ഒരു 92,000 രൂപയ്ക്ക് വാല്യൂ ഫോർ മണി തന്നെയാണ് നമ്മുടെ ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. അതിലും വാല്യൂ ഫോർ മണിയാണ് നമ്മുടെ ഈ ഒരു ഷൈൻഹണ്ടർ എന്ന് പറയുന്നത്. കാരണം ഒരു 83,000 രൂപയ്ക്ക് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഈ വണ്ടിക്ക് ഏകദേശം 90 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഷൈൻഹണ്ടർ എന്ന് പറയുന്നത്. പിന്നെ ഈ സ്പ്ലെൻഡറിന് ഇത്രയും വിജയമാക്കി തീർത്തത് ഹോണ്ടയാണ്. അപ്പോൾ ഹോണ്ട തന്നെ അവരുടെ സ്വന്തം എഞ്ചിനിൽ ഒരു വണ്ടി വന്നപ്പം ഒരിക്കലും അവരൊരു കോംപ്രമൈസിന് തയ്യാറാകില്ല. ഈ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയിലാണ്. ഈ വണ്ടിക്ക് ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ട്, അതുപോലെ മൈലേജ് ഉണ്ട്. ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടിയുടെയാണ്. ഹീറോയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ട കൊടുത്ത ആ ഒരു സപ്പോർട്ടാണ് ഇപ്പോഴും ഹീറോയ്ക്കുള്ളത്. ഹീറോ ഹോണ്ട എന്നുള്ള സമയത്ത് അവർക്ക് കിട്ടിയ ഒരു പേരും പ്രശസ്തിയും കൊണ്ടാണ് ഇപ്പോഴും ഹീറോ എന്ന് പറഞ്ഞ വാഹനം
പല വാഹനങ്ങളും സെയിൽ ചെയ്യുന്നത്. അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് സ്പ്ലെൻഡർ തന്നെയാണ്. കാരണം ഹീറോ ഹോണ്ട വഴി ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ബൈക്ക് കൂടെയാണ് നമ്മുടെ ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒക്കെ ഒരു തീരുമാനം കിട്ടി കാണും ഏതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാഹനം തിരഞ്ഞെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഏതിനാണ് കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ളത്. കുറച്ചുകൂടെ ഈ ഒരു ഷൈൻ ഹൺഡ്രഡിനെക്കാട്ടി കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ളതും ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും നമ്മുടെ ഈ സ്പ്ലെൻഡറിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളതും മൈലേജും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതും ബിൽഡ് ക്വാളിറ്റി ആയാലും ഹോണ്ട നമ്മുടെ ബ്രാൻഡ് ആയാലും എല്ലാം ഉള്ളത് നമ്മുടെ ഒരു ഷൈൻ ഹൺഡ്രഡിനാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടി എടുത്താലും നഷ്ടവും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും കുറച്ചുകൂടെ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ഷൈൻ ഹൺഡ്രഡിൽ എടുക്കുന്ന വഴിക്ക് നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെയും ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ രണ്ട് വണ്ടിയും നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. രണ്ട് വണ്ടിക്കും E20 എന്ന് പറഞ്ഞ പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ വണ്ടിക്ക് i3s എന്ന് പറഞ്ഞ ടെക്നോളജി ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതിൽ i3s എന്ന് പറഞ്ഞ ടെക്നോളജി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി കാര്യം നോക്കിയാൽ ഈ സൈഡിലായിട്ട് നമുക്ക് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പ്രത്യേക ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷൈൻ ഹൺഡ്രഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കവറിനകത്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ രണ്ട് സൈഡിലെ കവൾ അഴിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു കീയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കീ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ടൂൾ കിറ്റും ഫസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് വണ്ടിക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള FIയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഈ രണ്ട് വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടർ ഇതൊക്കെയാണ് നമ്മുടെ ഹീറോ സ്പ്ലെൻഡറും അതുപോലെ തന്നെ ഷൈൻ ഹൺഡ്രഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ തീർച്ചയായിട്ടും നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ ഇതിലും നല്ല അടുത്ത വീഡിയോയിൽ കാണുന്നതിനെ പറ്റി ബൈ.